നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. അവയവക്കടത്ത് കേസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. പ്രധാന കണ്ണി ഹൈദരാബാദിൽ. നെടുമശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. എറണാകുളം റൂറൽ SP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പ്രതി സാബിത് നാസിർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലാണെന്ന് സൂചന ലഭിച്ചു. അവയവക്കടത്തിന്റെ പ്രധാന കണ്ണി ഹൈദരാബാദിൽ എന്ന് പ്രതി സാബിത് മൊഴി നൽകി. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് സാബിത്ത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം. കേസിൽ ഇരയായ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്നാണ് വിവരം. ഇയാൾ നാട്ടിലെ ചില സുഹൃത്തുക്കളെ ബാങ്കോക്കിൽ നിന്നും ബന്ധപ്പെട്ടിരുന്നതായും വാർഡ് കൗൺസിലർ മൻസൂൺ മണലാഞ്ചേരി പറഞ്ഞു. മമതാ ബാനർജിക്കെതിരായ പരാമർശത്തിൽ മുൻ ജഡ്ജിക്ക് വിലക്ക്. തരം താഴ്ന്ന വ്യക്തി ആക്രമണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് പൊതുറാലിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ BJP സ്ഥാനാർത്ഥിയും മുൻ ജഡ്ജിയുമായ അഭിജിത്ത് ഗംഗോപാധ്യായെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഗംഗോപാധ്യായ ജാഗ്രത പാലിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ കർശനമായ മുന്നറിയിപ്പ് നൽകി. സ്മാർട്ട് സിറ്റി റോഡുകൾ ജൂൺ 15 സഞ്ചാരയോഗ്യമാക്കും. വി ശിവൻകുട്ടി. സ്മാർട്ട് സിറ്റി റോഡുകൾ ജൂൺ 15 സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കും. 16 റോഡുകൾ പൂർത്തീകരിച്ചുവെന്നും ഇനി 10 റോഡുകളാണ് ഉള്ളതെന്നും അത് 90% പണി പൂർത്തിയായി ഉടനെ സഞ്ചാരയോഗ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തലസ്ഥാന നഗരിയിൽ പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ട് അല്ല, പണ്ടും ഇതുപോലെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. മഴക്കെടുതി ഉണ്ടായ ഇടങ്ങളിൽ പൂർവ്വസ്ഥിതിയിൽ ആക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാല പൂർവ്വം ശുചീകരണം വൈകിട്ടില്ല എന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ചെറിയ കാര്യങ്ങൾ വലുതായി കാണിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് ഗാന്ധിനഗർ KCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് ജൂൺ 25 പരിഗണിക്കും. സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിംഗിനും ചോർച്ചയെന്ന് KCB കണ്ടെത്തിയിരുന്നു. തലേ ദിവസം പകൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ലീക്കുള്ളതായി കണ്ടെത്തിയില്ലായിരുന്നുവെന്ന് KCB ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശം റദ്ദാക്കി ഹൈക്കോടതി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടി. സെനറ്റിലേക്കുള്ള 4 അംഗങ്ങളുടെ ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റേതാണ് പുതിയ നടപടി. കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന 4 പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം. സർവകലാശാലയിൽ നിന്നും നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് കീഴ്വഴക്കം. സർവകലാശാല 8 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ ലിസ്റ്റിലെ 8 പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ 4 പേരെ നാമനിർദ്ദേശം ചെയ്തത്. കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകണം. EP ജയരാജൻ. തന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടി തുടരുമെന്ന് EP ജയരാജൻ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും.
പ്രതികൾക്ക് തന്നോട് നേരിട്ട് വിരോധമില്ല. പിണറായി വിജയനായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രതികളെ വാടകയ്ക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി ചെയ്ത സംഭവമാണ്. തങ്ങളുടെ ഭാഗം വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കണം. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ പ്രസിഡന്റ് റെയ്സിയുടെ മരണം അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. ത്രിവർണ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ റഹിയാൻ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ മരണത്തിൽ ഇന്ത്യ ഒരു ദിവസത്തെ ദുഃഖാചരണം ആചരിക്കുന്നു. ചൊവ്വാഴ്ച ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. റെയ്സിയുടെ മരണത്തിൽ ഇന്ത്യ ഒരു ദിവസത്തെ ദുഃഖാചരണം ആചരിക്കുമെന്ന് തിങ്കളാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചിരുന്നു. ഈ സമയത്ത് ഔദ്യോഗിക വിനോദ പരിപാടികൾ നടത്തില്ല. റെഡ് അലർട്ട്. കേരളത്തിൽ വരുന്നത് അതിതീവ്ര മഴ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.